എന്തിനാണ് ഇസ്ലാഹി പ്രസ്ഥാനം തൗഹീദ് പറയുന്നത്? എന്തിനാണ് ഇസ്ലാഹി പ്രസ്ഥാനം അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത്? എന്തിനാണ് ഇസ്ലാഹി പ്രസ്ഥാനം തെരുവുകളിൽ പ്രസംഗിക്കുന്നത്? എന്തിനാണ് ഇസ്ലാഹി പ്രസ്ഥാനം അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറയുന്നത്? അത് ദുനിയാവിലെ ഏതെങ്കിലും ഭൗതികമായ താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ കണ്ടുകൊണ്ടല്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, രക്ഷപ്പെട്ട കൽബുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടിയവനല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഖുർആൻ പറഞ്ഞതല്ലേ? വാപ്പ എവിടെയുണ്ട്, ഉമ്മ എവിടെയുണ്ട്, മക്കൾ എവിടെയുണ്ട്, മാതാപിതാക്കളും ബന്ധുജനങ്ങളും അവിടെയുണ്ട്, സ്നേഹിതന്മാരെവിടെയുണ്ട്? ഖുർആൻ പറഞ്ഞല്ലോ, ആ റബ്ബിന്റെ മുന്നിൽ സലാമത്തുള്ള കൽബുമായി ചെല്ലാത്ത വാപ്പയാണെങ്കിൽ, വാപ്പയുടെ കൽബ് സലാമായ കൽബല്ലെങ്കിൽ, ഉമ്മയുടെ കൽബ് സലാമായ കൽബല്ലെങ്കിൽ, സഹോദരന്റെ കൽബ് സലാമായ കൽബല്ലെങ്കിൽ, അതേ അവിടെ അവർ ഉപകരിക്കില്ലെന്ന് മാത്രമല്ല ഖുർആൻ പറഞ്ഞില്ലയോ, യൗമ തകൂനുസ് സമാഉ കൽമുഹിൽ വതകൂനുൽ ജിബാലു കൽഇഹിൻ വലാ യസ്അലു ഹമീമുൻ ഹമീമാ യുബസ്സറൂനഹും യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമി ഇദിൻ ബിബനി വസ്വാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുബി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മആരിജിൽ അല്ലാഹു വിശദമായി പറഞ്ഞില്ലയോ, നാളെ ആഖിറത്തിലെത്തിയാൽ ലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഉറ്റ ചങ്ങാതി തന്റെ കൂട്ടുകാരനെ അന്വേഷിക്കൂല. ദുനിയാവിൽ ചങ്ക് ബ്രോയായിരുന്നു, ഏത് കൊള്ളരുതായ്മക്കും കൂട്ടിക്കൊണ്ടുപോയവനായിരുന്നു, അതേ രാത്രിയും പകലും ഒന്നിച്ചു നടന്നവനായിരുന്നു. പക്ഷേ ആഖിറത്തിലെത്തിക്കഴിയുമ്പോൾ ഉറ്റ ചങ്ങാതി കൂട്ടുകാരനെ അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല ഖുർആൻ തുറന്നുകൊണ്ട് പറയുന്നു. എന്തേ? കാണാത്തത് കൊണ്ടാണോ? കോടാന കോടി മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന നാളിൽ പരസ്പരം കണ്ടുമുട്ടാതെ പോയത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. നൂറ്റാണ്ടുകൾ ഖബറിൽ കിടന്ന് മറന്നുപോയത് കൊണ്ടാണോ? ഒരിക്കലും അല്ല. യുബസ്സറൂനഹും, അവരെ കാണും, അവര് പരസ്പരം കാണും, ആഖിറത്തിൽ അവർ അന്യോന്യം കാണും. പക്ഷേ അതേ ആ ദിവസത്തിൽ യുബസ്സറൂനഹും, ആ ലോകത്ത് ആഖിറത്തിൽ പരസ്പരം അവർ കാണുമ്പോ യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമി ഇദിൻ ബിബനീഹി വസ്വാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവി. പാപിയായി, മഹാപാപിയായി ആഖിറത്തിൽ എഴുന്നേറ്റ് വന്ന ആ മഹാദ്രോഹിയുടെ കൊതി ഖുർആൻ പറയാണ്. അവൻ ആഗ്രഹിക്കുന്നത്, അല്ലാഹുവേ എൻ്റെ മക്കളെ നീ എടുത്ത് നരകത്തിലിട്ടോ അല്ലാ, എന്നിട്ട് എന്നെ രക്ഷപ്പെടും അല്ലാ. എൻ്റെ ഇണയെ, എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ, എൻ്റെ ബന്ധുജനങ്ങളെ, എൻ്റെ കൂട്ടുകുടുംബാദികളെ, എൻ്റെ സഹോദരങ്ങളെ, ഇതാ നീ കാണുന്നില്ലേ, ദാ നിൽക്കുന്നത് എൻ്റെ സഹോദരനാണ്, അവനെ എടുത്ത് നരകത്തിലേക്ക് ഇട്ടോ എനിക്ക് പകരം. ദാ നിൽക്കുന്നത് എൻ്റെ മക്കളാണ്, എനിക്ക് പകരം അവരെ സ്വീകരിച്ച് അവരെ നീ ശിക്ഷിക്കുക അല്ലാ, എന്നെ രക്ഷിക്കുക അല്ലാ എന്ന് ഏതൊരു കുറ്റവാളിയും അവിടെ വെച്ച് കൊതിക്കുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? മാത്രമല്ല അവൻ്റെ കൊതിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് അവൻ പറഞ്ഞു പോകുന്നു, വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. ആദം അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെ ജീവിച്ച സർവ്വ മനുഷ്യരെയും എനിക്ക് പകരം നീ സ്വീകരിച്ച് അവരെ മുഴുവനും നരകത്തിലേക്കിട്ട് എന്നെ രക്ഷപ്പെടുത്തു അല്ലാ എന്ന് പരലോകത്ത് വെച്ചുകൊണ്ട് മഹാപാപികൾ ആഗ്രഹിക്കുമെന്ന് ഖുർആൻ വിശദീകരിച്ചില്ലയോ? അതുകൊണ്ട് തന്നെ ആ നാളിൽ വാപ്പ വരില്ല, ഉമ്മ വരില്ല, ബന്ധുക്കൾ വരില്ല, കൂട്ടുകാർ വരില്ല. എത്രത്തോളം നമുക്കറിയാം. അമ്പിയാക്കളുടെ അവസ്ഥ പോലും പറഞ്ഞത്, യൗമ യദ്ഉ ആദമു വഅംബിയാ നഫ്സി 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 നഫ്സിയാ. ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള അമ്പിയാക്കളുടെ അവസ്ഥ പോലും നഫ്സി നഫ്സി നഫ്സി, എൻ്റെ കാര്യം എൻ്റെ കാര്യം എൻ്റെ കാര്യം എന്ന ബേജാറാണ്. ഇതിൽ ഖുലൂബു ലദൽ ഹനാജിരി കാളിമീൻ, ഓരോ മനുഷ്യന്റെയും ഹൃദയമിടിപ്പ് അന്ന് ഇടത് നെഞ്ചിൽ കൈവച്ച് നോക്കിയാൽ കേൾക്കില്ല, നേരെ മറിച്ച് ആ കൽബ് പേടിച്ചിട്ട് ഹൃദയം അവിടെ നിന്ന് തെന്നി തൊണ്ടയിലേക്ക് കയറി വരുന്ന ദിവസമാണെന്ന് ഖുർആൻ. ആ ദിവസത്തിൽ ഒരാളും രക്ഷക്കില്ലാത്ത നാളിൽ അല്ല പറയുന്നു, ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ കൽബുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടിയവനല്ല ആ രക്ഷയില്ല. അപ്പൊ ഒരേ ഒരു കാര്യമേ ദുനിയാവിൽ നമുക്ക് നിർവഹിക്കാനുള്ളൂ, കൽബിനെ രക്ഷപ്പെടുത്തുക, ഹൃദയത്തെ രക്ഷപ്പെടുത്തുക. അതുകൊണ്ടാണ് ലോകത്ത് കടന്നു വന്ന അമ്പിയാക്കൾ, പ്രവാചകന്മാർ, അവർ ആയത്ത് ഓതിക്കൊടുക്കുന്നു, ഹദീസ് ഓതിക്കൊടുക്കുന്നു. എന്നിട്ട് അവരോട് ആ ആയത്തും ഹദീസും പറഞ്ഞു കൊടുത്തിട്ട് എന്താ ചെയ്യുന്നത്? യുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നു. ഒരു സമൂഹത്തെ മുഴുവനും സംസ്കരിക്കുമ്പോ
ആ സമൂഹത്തെ ഒരു മാസ് ടെക്നോളജി ഉപയോഗിച്ചല്ല സംസ്കരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഏറ്റവും ശുദ്ധീകരിക്കുന്നത്. നേരെ മറിച്ച് ഇൻഡിവിജ്വലായി ഓരോ വ്യക്തിയെയും സംസ്കരിക്കുകയാണ്, ഓരോ കൽബുകളെയും സംസ്കരിക്കുകയാണ്. ഓരോ കൽബും നന്നാകേണ്ടതുണ്ട്, ഓരോ ഹൃദയവും സ്ഫുടം ചെയ്യേണ്ടതുണ്ട്. സുന്നി എന്ന, മുജാഹിദ് എന്ന, ജമാഅത്തെ ഇസ്ലാമി എന്ന, തബ്ലീഗ് എന്ന, വിസ്റ്റമെന്ന, അതല്ലെങ്കിൽ മർക്കസുദ്ദഅവ എന്ന, ഹിന്ദുവെന്ന, മുസ്ലിം എന്ന, ക്രിസ്ത്യാനി എന്ന ഒരു വ്യത്യാസവുമില്ലാതെ ലോകത്ത് മനുഷ്യരായി പിറന്ന സർവ്വ മനുഷ്യരും അവർ സ്വയം അവന്റെ കൽബിനെ സ്ഫുടം ചെയ്യുക, അവന്റെ ഹൃദയത്തെ സംസ്കരിക്കുക, അതിലൂടെ മാറ്റമുണ്ടാക്കുക. അതാ റസൂല് പറഞ്ഞത്, അല അറിയണേ, വഇന്ന ഫിൽ ജസദി മുദ്അ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി പോയി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് ദുഷിച്ചു പോയാൽ ശരീരം മുഴുവൻ ദുഷിച്ചു പോയി. അലാ വഹിയൽ ഖൽബ്, അറിയണേ, അത് ഖൽബാണ്, അത് ഹൃദയമാണ്. അത് ഖൽബാണ്, അത് ഹൃദയമാണ്. എന്റെ അങ്കലാവണ്യത്തിലേക്കല്ല അല്ലാഹുവിന്റെ നോട്ടം, എന്റെ ആസ്തിയിലേക്കല്ല റബ്ബിന്റെ നോട്ടം. നേരെ മറിച്ച് റസൂല് പറഞ്ഞില്ലയോ, വന്നാസു യൻദുറൂന ഇലാ ലാഹിരിക, ആളുകൾ നോക്കുന്നത് നിനക്കെന്തുണ്ട് എന്നാണ്, ദുനിയാവിൽ നിനക്ക് എത്ര ആസ്തി ഉണ്ട് എന്നാണ്, ഇന്ന് ഏത് സ്ഥാനത്താണ് നീ ഉള്ളത് എന്നാണ്. വന്നാസു യൻദുറൂന ഇലാ ലാഹിരിക, ആളുകൾ നോക്കുന്നത് നിന്റെ ബാഹ്യമായ മോടിയിലേക്കും പ്രൗഢിയിലേക്കും പ്രതാപത്തിലേക്കുമാണെങ്കിൽ, വല്ലാഹു യൻദുറു ഇലാ ഖൽബിക വബാതിനിക, റബ്ബിന്റെ നോട്ടം നിന്റെ ഉള്ളിലേക്കാണ്, നിന്റെ ഖൽബിലേക്കാണ്, നിന്റെ ഹൃദയത്തിലേക്കാണ് റബ്ബ് നോക്കുന്നത്. അതുകൊണ്ടല്ലേ റസൂല് പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും, നിങ്ങളുടെ ബാഹ്യരൂപങ്ങളിലേക്ക് അല്ലാഹു നോക്കുന്നില്ല, നിങ്ങളുടെ സമ്പത്തിലേക്ക് റബ്ബ് നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, റബ്ബിന്റെ നോട്ടമുള്ളത് നിങ്ങളുടെ ഖൽബിലേക്കാണ്, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് റബ്ബിന്റെ നോട്ടമുള്ളത്. നിങ്ങളുടെ കൽബ്, ആ കൽബ് സംശുദ്ധമാണോ എന്നാ റബ്ബ് നോക്കുന്നത്, ആ കൽബ് സലീമാണോ എന്നാണ് റബ്ബ് നോക്കുന്നത്. കാരണം സലീമായ കൽബ്, രക്ഷപ്പെട്ട കൽബ്, അതിന് മാത്രമാണ് രക്ഷയുള്ളത്. എപ്പോഴാണ് ഒരു കൽബ് സലീമാകുന്നത്? ഹുവല്ലദീ സലിമ മിനശ്ശിർകി വൽഗില്ലി വൽഹിഖദി വൽഹസദി വശുഹി വൽകിബ്രി വഹുബ്ബി ദുനിയാ വറിയാസ. ഒരു മനുഷ്യന്റെ കൽബ് ശുദ്ധമായ സ്ഫുടം ചെയ്ത കൽബാകുന്നത് ആദ്യമായി ആ കൽബ് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ്. അതുപോലെ തന്നെ അസൂയയിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ്, കിബറിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ്, അതുപോലെ തന്നെ ഹുബ്ബു ദുനിയാ, ഐഹിക ലോകത്തോടുള്ള ആർത്തിയിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് ഒരു കൽബ് ശുദ്ധമായ കൽബാകുന്നത്. അതുകൊണ്ട് സലാമത്തുൽ കൽബ്, ഒരു ഹൃദയത്തിന്റെ ശുദ്ധി, അല്ലെങ്കിൽ ആ ഹൃദയം വെടിപ്പായ ഹൃദയമാകണമെങ്കിൽ പണ്ഡിത ലോകം നമുക്ക് വിശദീകരിച്ചു തന്നില്ലയോ? ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ 5 കാര്യങ്ങളിൽ നിന്ന് ശുദ്ധമായിരിക്കണം. ഒന്ന്, മിനശ്ശിർകി യുനാഖിൽ തൗഹീദ്, തൗഹീദിന് എതിരാകുന്ന ശിർക്ക് കലരാൻ പാടില്ല കൽബിൽ. ഒരംശം പോലും ശിർക്ക് കടന്നു വരാൻ പാടില്ല, ഒരൽപ്പം പോലും ശിർക്ക് വരാൻ പാടില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യ ഹൃദയത്തിലേക്ക് ഇതാ പെട്ടെന്ന് തന്നെ പിശാച് സ്വാധീനിച്ചുകൊണ്ട് ഇട്ടുകൊടുക്കുന്നത് ശിർക്കാണ്. കാരണം അടിസ്ഥാനപരമായി അവനെ അപകടത്തിലാക്കാൻ, നാളെ ആഖിറത്തിൽ അവനെ തോൽപ്പിക്കാൻ എളുപ്പം കഴിയുന്നത് ശിർക്ക് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ പല രൂപത്തിലും ശിർക്ക് ആളുകൾക്കിടയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നു പിശാച്, പല രൂപത്തിൽ കടത്തിക്കൊണ്ടുവരും. അങ്ങനെ മനുഷ്യൻ അള്ളാഹുവിന്റെ എല്ലാ നിഅമത്തുകളും അനുഭവിച്ചുകൊണ്ട് തന്നെ ശിർക്ക് ചെയ്യുന്നവനായി മാറും. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ ശിർക്ക് ചെയ്യുന്നവനായി തീരുമതല്ലേ ഖുർആൻ പറഞ്ഞത്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മനുഷ്യരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, പക്ഷേ അവർ ശിർക്ക് ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്. അള്ളാഹുവിന് കൂറുകാരെ ഉണ്ടാക്കിക്കൊണ്ടാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാ നമുക്കറിയാം, മുസ്ലിമാണ് അങ്ങനെ ജനിക്കാൻ ഭാഗ്യം ലഭിച്ചവൻ പോലും അവസാനം അതേ പഠിച്ച് പണ്ഡിതനാകാൻ അവസരം കിട്ടിയവൻ പോലും, അയാൾ പോലും കടന്നു വന്നിട്ട് പറയുന്നത്, അതേ 2 കാലിൽ നടന്ന നമുക്കിടയിൽ ജീവിച്ച മടവൂരാണ്, ആ മടവൂരാണ് പടച്ചോനെന്ന് പറയാൻ പോലും മടിയില്ലാത്ത ഇരുകാലികളെ നമ്മൾ കാണുകയാണ്, നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മൾ കാണുകയാണ്. അതെ, അവരാണ് മുദബ്ബിറുൽ ആലം. ആര്? കോഴിക്കോട് ജനിച്ചു ജീവിച്ച് മരിച്ചുപോയൊരു മനുഷ്യനാണ് മുദബ്ബിറുൽ ആലം, ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ പോലും മടിയില്ലാത്ത ജനത രൂപപ്പെടുകയാണ്.
മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന അപജയങ്ങളുണ്ട്, അപവാദങ്ങളുണ്ട്, അപരാധങ്ങളുണ്ട്. റബ്ബിനോട് ചോദിച്ചുകൊണ്ട് ഇരന്നുകൊണ്ട് തൗബ നേടിക്കൊണ്ട് പരിശുദ്ധി നേടേണ്ട മഹാപാപങ്ങൾ ചെയ്തു പോകുന്ന മനുഷ്യർ മരിച്ചു മൺമറഞ്ഞു പോയ ആളുകളോട് ദുആ ചെയ്യുകയാണ്, മടിയില്ല. അള്ളയല്ലാത്തവർക്ക് നേർച്ച നേരുകയാണ്, മടിയില്ല. മമ്പുറത്ത് പോയിട്ട് പൂജ നടത്തുകയാണ്, മടിയില്ല. എർവാടിയിൽ പോയി പൂജ നടത്തുകയാണ്, മടിയില്ല. മുനമ്പത്തെ ബീവി വിളിച്ച് ദുആ ചെയ്യുകയാണ്, മടിയില്ല. ഈ രൂപത്തിലേക്ക് അതപ്പതിച്ചു പോകുന്ന മനുഷ്യർ എന്ന് പറഞ്ഞാൽ സംശുദ്ധമായി ശുദ്ധമായ ഫിത്രത്തിൽ അല്ലാഹു പടച്ചിട്ട് ആ ശുദ്ധമായ കൽബ്, ആ കൽബിൻ്റെ ഉള്ളിൽ ശിർക്ക് കൊണ്ട് മലിനമാക്കുന്ന അതിനെ കറുപ്പിച്ചു കളയുന്ന, കൽബിനെ മോശമാക്കുന്ന മനുഷ്യരുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചു പോവുക, ചത്തുപോവുക എന്ന് പറഞ്ഞാൽ അവന്റെ ശ്വാസം നിലച്ചു പോകുമ്പോഴല്ല ചില ആളുകൾ അവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞില്ലയോ, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഖുർആൻ പറഞ്ഞില്ലയോ, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ സമ്പാദിച്ചത് കൊണ്ട് അവരുടെ ഖൽബ് റാനായി പോയി എന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? റാൻ ആയി അവരുടെ ഖൽബ് മാറി എന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? അവരുടെ ഖൽബ് റാനായി എന്ന് പറഞ്ഞാൽ പ്രഗൽഭനായ താബിആയ മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞത്, റാനുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ, ഖൽബ് റാനായി എന്ന് പറഞ്ഞാൽ ഹിയ മൗത്തുൽ ഖൽബ്, അത് ഖൽബ് ചത്തുപോകലാണ്, ഖൽബ് മരിച്ചു പോകലാണ്. എങ്ങനെയാ ഖൽബ് ചത്തുപോയത്? അവന്റെ കണ്ണിന് കാഴ്ചയുണ്ട്, കാതിന് കേൾവിയുണ്ട്, നടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് അവന്റെ ഖൽബ് ചത്തുപോയത്? ശിർക്ക് അവനിലേക്ക് കടന്നു വന്നുപോയി. ഏകനായ റബ്ബിന് മാത്രം നൽകേണ്ടത് റബ്ബല്ലാത്തവർക്ക് അവൻ നൽകിപ്പോയി. അല്ലാഹുവിന് മാത്രം നടത്തേണ്ട ആരാധനകളും പ്രാർത്ഥനകളുമൊക്കെ അല്ലാത്തവർക്ക് അവൻ മടിയില്ലാതെ ചെയ്തു പോയി. റാത്തീബ് ചെല്ലുന്നു, മൗലൂദ് ചെല്ലുന്നു, തരീക്കത്തിൽ കൂടുന്നു, അങ്ങനെ പല ജാതി പ്രവർത്തനങ്ങളുമായി അവൻ ഇടപെടുന്നു. മരിച്ചു മൺമറഞ്ഞു പോയ മനുഷ്യരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നു, അവിടെ പട്ടിടുന്നു, അവരോട് ദുആ ചെയ്യുന്നു, അവരോട് അവലാദികൾ പറയുന്നു. ഇങ്ങനെ അല്ലാത്ത പരശക്തികളോട് അവരെ പ്രാപിക്കുന്ന വൃത്തികെട്ടവരായി മനുഷ്യർ മാറിപ്പോകുന്നു. അങ്ങനെ മനുഷ്യന്റെ ഖൽബിൽ ശിർക്ക് വന്നു കഴിഞ്ഞാൽ അവന്റെ ഖൽബ് സലാമത്താവുകയില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിച്ചു പോകാം, കുറ്റങ്ങൾ വന്നു പോകാം. പക്ഷേ ശിർക്കെന്ന പാപം ഒരു മനുഷ്യൻ വന്നു പോയാൽ അവൻ തൗബ ചെയ്യാതെയാണ് മരിക്കുന്നതെങ്കിൽ റബ്ബുൽ ആലമീനായ അല്ലാഹു ഒരിക്കലും അത് പുറത്തു കൊടുക്കുന്ന പ്രശ്നമില്ല. ആ ശിർക്കിനു താഴെയുള്ള പാപങ്ങളുണ്ട്. ആ പാപങ്ങൾ ചിലപ്പോൾ ഇവൻ ചെയ്ത മറ്റു നന്മകൾ കൊണ്ട് അല്ലാഹു അത് മായ്ച്ചു കൊടുത്തെന്ന് വരാം, അല്ലാഹു അത് വിട്ടുകൊടുത്തെന്ന് വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബൻ യസീറാ, എളുപ്പമുള്ള വിചാരണ നടത്തി തൽക്കാലം അവൻ രക്ഷപ്പെടുത്തി എന്ന് വരാം. എന്നാൽ ശിർക്ക് ചെയ്തുകൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടുന്നവൻ ആരായിരുന്നാലും അവരെ വേണ്ടി വാദിക്കാൻ ആഖിറത്തിൽ ആര് വന്നാലും അല്ലാഹു അവനെ ഖബൂലാക്കൂല എന്ന് ഖുർആൻ പറഞ്ഞതാണ്. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. ശിർക്ക് കൊണ്ട് മനസ്സിനെ മലീമസമാക്കിയ മനുഷ്യര് നാളെ ആഖിറത്തിൽ വന്നാൽ ഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കി കളഞ്ഞു. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകമാണെന്ന് ഖുർആൻ സന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല അതിന്റെ ഗൗരവം റസൂലുള്ള പഠിപ്പിച്ചു തന്നു, റസൂലുള്ള നമുക്ക് പറഞ്ഞു തന്നു. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ 3 സ്ഥലത്ത് കൊണ്ടുവന്നു. അതിൽ ബാബു ഇത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല എന്ന ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ ഖലീലായി സ്വീകരിച്ചു എന്ന് പറഞ്ഞു ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ കിതാബു തഫ്സീറിൽ വിശദീകരിക്കുന്ന ഭാഗത്ത് ആ ആയത്തിന്റെ തഫ്സീറിൽ ആദ്യമായി അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഖുത്ബ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. ആ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, യൽഖാ ഇബ്രാഹിമു അബാഹു ആസറ യൗമൽ ഖിയാമ. നിങ്ങൾക്കറിയില്ലയോ, 4 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഇറാഖിന്റെ ഊർ പട്ടണത്തിൽ നിന്ന് കാൽനടയായി ഫലസ്തീന്റെ മണ്ണിലേക്ക് അതേ ഹിജ്റ പോയ, അവിടെ നിന്ന് ഈജിപ്ത് വഴി മക്കയിലേക്ക് വന്ന പരിശുദ്ധമായ കഅബാലയത്തിന്റെ അസ്ഥിവാരങ്ങൾ പടുത്തുയർത്തിയ, അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ സ്വന്തം മകനെ അറുക്കാൻ പോലും മനസ്സുകൊണ്ട് തയ്യാറായതിന് ഒരുങ്ങി വന്ന, അതുപോലെ അള്ളാഹുവിന്റെ മലക്കൂത്തുകളെ കാണാൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത ഉലുൽ അസ്മുകളിൽ പ്രധാനിയായ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ആ പ്രവാചകന്റെ സാന്നിധ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി പോലും പറഞ്ഞില്ലേ, ഇന്നി ദഅവതു അബി ഇബ്രാഹിം, ഞാൻ പോലും എൻ്റെ ഉപ്പയായ ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് പറഞ്ഞ ഉലുൽ അസ്മുകൾ
ഖലീലുകളിൽ പ്രധാനിമാരിൽ ഒരാളായ ഖലീലുള്ള എന്ന സ്ഥാനം നേടിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നാളെ ആഖിറത്തിൽ പരകോടി മനുഷ്യരൊരുമിച്ച് കൂടുന്ന നാളിൽ സ്വന്തം ഉപ്പയെ കണ്ടുമുട്ടുന്ന രംഗമാ റസൂലുള്ളാഹി പറഞ്ഞു തരുന്നത്. യൽഖാ ഇബ്രാഹിമു അബാഹു ആസറ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അതെ ഇബ്രാഹിം നബി സ്വന്തം വാപ്പയെ കണ്ടുമുട്ടുമ്പോ അലാ വജ്ഹി ആസറ ഖതറത്തുൻ വഗബറ. ആ ആസറിന്റെ ശരീരമാസകലം ചെളിപിടിച്ച് പൊടി പിടിച്ച് വിവർണനായി അതെ ഇബ്രാഹിം നബിയുടെ വാപ്പ നിൽക്കുമ്പോ അതേ സർവ്വവിധ അലങ്കാരങ്ങളോടെയും നിൽക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം. കാരണം അവ്വലു മൻ യുക്സാ യൗമൽ ഖിയാമത്തി ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് റസൂൽ പഠിപ്പിച്ചില്ലയോ? ആദ്യമായി ആഖിറത്തിൽ അല്ലാഹു വസ്ത്രം നൽകി ആദരിക്കുന്നത് ഇബ്രാഹിമിനെയാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലയോ? ഇന്നകും നഹ്ശൂറൂന ഖുഫാതൻ ഉറാതൻ ഉർലാ. സർവ്വ മനുഷ്യരും റബ്ബിന്റെ മുന്നിൽ തുണിയില്ലാതെ നഗ്നരായി വന്നു നിൽക്കുന്ന ആ നാളിൽ അവ്വലു മൻ യുക്സാ യൗമൽ ഖിയാമ, ആദ്യമായി വസ്ത്രം നൽകി ആദരിക്കപ്പെടുന്നത് ഇബ്രാഹിം നബിക്കാണെന്ന് പറഞ്ഞില്ലയോ? അതിന് കാരണവും ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഞാൻ അതിലേക്ക് പോവുകയല്ല. അങ്ങനെ സർവ്വവിധ ആ വസ്ത്രവും ധരിച്ച് ആ പ്രതാപത്തിന്റെ കുപ്പായമൊക്കെ അണിഞ്ഞ് നിൽക്കുന്ന ഇബ്രാഹിം നബിയുടെ മുന്നിലേക്ക് സ്വന്തം പിതാവ് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ സ്വന്തം ഉപ്പയുടെ അവസ്ഥ കണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ഓടിച്ചെന്ന് ചോദിക്കുന്നു, ഉപ്പാ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലയോ? നിങ്ങളെ ഞാൻ ഉപദേശിച്ചില്ലയോ? നിങ്ങൾക്ക് ഞാൻ താക്കീത് തന്നില്ലയോ? അല്ലാ തഅസുനി, എന്നെ ധിക്കരിക്കരുത് എന്ന്, റഹ്മാനായ റബ്ബിനെതിരെ ചെയ്യരുത് എന്ന്, ശിർക്ക് ചെയ്യരുത് എന്ന്, ഏകനായ റബ്ബിനെ മാത്രം ഇബാദത്ത് നൽകണമെന്ന് സ്നേഹത്തോടെ ഉപ്പാ നിങ്ങളോട് ഞാൻ പറഞ്ഞ നേരത്ത് കല്ലെടുത്തെറിയാൻ വന്നവരല്ലയോ നിങ്ങൾ? ലാർജുമന്നക്ക് നിന്നെ ഞാൻ കല്ലെടുത്തെറിയുമടാ എന്ന് പറഞ്ഞവനല്ലയോ നിങ്ങൾ? ആളുകളുടെ കൂടെ മഹല്ലി നിവാസികളുടെ കൂടെ ചേർന്നുകൊണ്ട് എന്നെ അട്ടിപ്പുറത്താക്കാൻ നിന്നവരല്ലയോ നിങ്ങൾ? അന്ന് ഞാൻ സ്നേഹത്തോടെ ഉപ്പാ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പയോട് ചോദിക്കുമ്പോ ബാപ്പ നൽകുന്ന മറുപടി എന്താണ്? മോനെ അൽയൗമല അഅസീക്, ഈ ദിവസം ഉപ്പ നിനക്കെതിരെ ചെയ്യില്ലടാ. അന്ന് ഉപ്പക്ക് തെറ്റുപറ്റിയതാണ്, ഉപ്പക്ക് കാര്യം തിരിയാതെ പോയതാണ്. ഇപ്പോൾ ഉപ്പ കണ്ണുകൊണ്ട് കണ്ടു, കാതുകൊണ്ട് കേട്ടു, ഉപ്പക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് അൽയൗമല അഅസീക്, മോനെ ഇനി നീ എന്തു പറഞ്ഞാലും അത് അനുസരിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന വാപ്പ ഇബ്രാഹിം നബിയോട് പറയുമ്പോ പരകോടി മനുഷ്യർ ദുനിയാവിൽ ജീവിച്ച ആദം നബി മുതൽ ലോകാവസാനം വരെയുള്ള സർവമാന മനുഷ്യരും നോക്കി നിൽക്കെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഇരു കരങ്ങളും ഉയർത്തി റബ്ബിനോട് ചോദിക്കുന്നു, യാ റബ്ബ് ഇന്നക വഅദ്തനീ അല്ലാ തുഖ്സിയനീ യൗമ യുബ്അസൂൻ. പരകോടി മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന ഈ ഹശറിന്റെ നാളിൽ എന്നെ വേദനിപ്പിക്കില്ലെന്ന് നീ എനിക്ക് നൽകിയ വഅദയല്ലേ, വാഗ്ദാനമല്ലേ? ഫഅയ്യു ഖ്സിൻ അഖ്സാ മിൻ അബിൽ അബഅദ്, എൻ്റെ ഉപ്പ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ വേറെന്ത് വേദനയാണ് അല്ലാഹ് എനിക്ക് വരാനുള്ളത്? അതുകൊണ്ട് എൻ്റെ വാപ്പ എനിക്ക് തിരിച്ചു തരുമോ എന്ന അർത്ഥത്തിൽ ഇബ്രാഹിം നബി റബ്ബിനോട് ചോദിക്കുമ്പോ, അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോ റബ്ബിന്റെ മറുപടി അതാ വരുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. എന്താ മറുപടി എന്നറിയുമോ? ഇബ്രാഹിം, ഈ ദിവസം താങ്കൾക്ക് അറിഞ്ഞുകൂടെ? ഇത് മക്കൾ ഉപകരിക്കാത്ത ദിവസമാണ്, മാതാപിതാക്കൾ ഉപകരിക്കാത്ത ദിവസമാണ്. അതെ, ഇന്നല്ലാഹ ഹറമൽ ജന്നത അലൽ കാഫിരീൻ. ഇവിടെ ഇബ്രാഹിമിന്റെ വാപ്പ എന്ന പരിഗണനയില്ല, നൂഹിന്റെ മകൻ എന്ന പരിഗണനയില്ല, ലൂത്തിന്റെ ഭാര്യ എന്ന പരിഗണനയില്ല. ഇവിടെ തൗഹീദുള്ളവനാണ് രക്ഷ. അതല്ലാതെ ബന്ധം പറഞ്ഞു വന്നിട്ട് ഇവിടെ ഒന്നും നേടാൻ കഴിയില്ല. കാരണം ഫലാ അൻസാബ ബൈനഹും, അവർക്കിടയിലെ ബന്ധങ്ങൾ മുഴുവനും ഇവിടെ അറ്റുപോവുകയാണ്. ഇവിടെ സലാമുള്ള ഖൽബ് വേണം, ശിർക്കില്ലാത്ത ഖൽബ് വേണം. അതുകൊണ്ട് തന്നെ മിൻ ശിർക്കിൻ യുനാഖിലു തൗഹീദ്, റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ അതേ തൗഹീദിനെതിരാകുന്ന ചെറുതോ വലുതോ ആയ ശിർക്ക്, സംസാരത്തിലുള്ള ശിർക്ക്, അമലിലുള്ള ശിർക്ക്, വിചാരത്തിലുള്ള ശിർക്ക്, അങ്ങനെ ഒരു തരം ശിർക്കും ഇല്ലാതെ ശുദ്ധമായിരിക്കണം. വബിദ്അത്തിൻ തുഹാലിഫു സുന്ന, സുന്നത്തിനെതിരാകുന്ന ബിദ്അത്തുകളുണ്ട്. ആ ബിദ്അത്തുകൾ മനുഷ്യനെ തോൽപ്പിച്ചു കളയുന്നതാണ്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബുവത്ത് നൽകപ്പെട്ടത് മുതൽ അവസാനം വരെ ജനങ്ങളോട് പറഞ്ഞില്ലേ, കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്, സർവ്വ വഴികേടുകളും നരകത്തിലാന്ന് പറഞ്ഞില്ലയോ?
അതുകൊണ്ട് ബിദ്അത്തിൽ നിന്ന് മുക്തമായ മനസ്സ് വശഹവത്തിൻ തുഖാലിഫുൽ അംറ, അല്ല കൽപ്പിച്ചതിനെതിരായി അവനവന്റെ ഇഷ്ടത്തിന് അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. അല്ല ചെയ്യരുത് എന്ന് പറഞ്ഞത്, അല്ല പാടില്ല എന്ന് പറഞ്ഞത്, ഇവന്റെ ഇഷ്ടത്തിന് അവന്റെ ശഹവത്തിനനുസരിച്ചിട്ട് അവൻ എങ്ങനെ ചെയ്യുകയാണ്. അതെല്ലാത്തിലും ഉണ്ട്. റബ്ബ് ഹറാമാക്കിയ സംഗതികള്, റബ്ബ് വിലക്കിയ കാര്യങ്ങള്, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അതെ അതിനെതിരായി ചെയ്യുവാനുള്ള ത്വരയുണ്ടോ, ശഹവത്തുണ്ടോ, അത് നല്ല കൽബിന്റെ ലക്ഷണം അല്ല. അള്ളാഹു വിലക്കിയത് അത് വിലക്കിയതായി കണ്ടതിൽ നിന്ന് മാറി നടക്കാതെ അവനവന്റെ ശഹവത്തിനു വേണ്ടി തുഹാലിഫുൽ അംറ, അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായി കൊണ്ട് ശഹവത്തിന്റെ പിന്നാലെ പോവുക. വഗഫ്ലത്തിൻ തുഹാലിഫുൽ ദിക്റ, അള്ളാഹുവിന്റെ ദിക്റിനെ മറക്കുന്ന രൂപത്തിൽ അതേ ഗഫ്ലത്തിലാവുക, അങ്ങാടിയിലാവുക, ബീച്ചിലാവുക, തോന്നിയാസങ്ങളിലാവുക, ചാറ്റിങ്ങിലാവുക, ഇൻസ്റ്റഗ്രാമിലാവുക, ഫേസ്ബുക്കിലാവുക, വാട്സപ്പിലാവുക. ഗഫ്ലത്തിലാണ്, ലോകവുമായൊരു ബന്ധവുമില്ല, അള്ളാഹുവിന്റെ ദിക്റില്ല, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയില്ല, സുബ്ഹാനല്ലാഹ് ഇല്ല, അൽഹംദുലില്ലാഹ് ഇല്ല, അല്ലാഹു അക്ബർ ഇല്ല. ആ രൂപത്തിൽ വഗഫ്ലത്തിൻ തുഖാലിഫുദ് ദിക്റ, ദിക്ർ അള്ളാഹുവിന്റെ സ്മരണ അതിനെതിരാകുന്ന ഗഫ്ലത്തിൽ അകപ്പെട്ടു പോവുക. വഹവൻ യുനാഖിദു തജ്രീദ വൽ ഇഖ്ലാസ്, ഇഖ്ലാസ് ഇല്ലാതെ ഹവയിൽ ജീവിച്ചു പോവുക. ഹവയിൽ ജീവിച്ചു പോകുന്ന നിസ്കാരം ഉണ്ടാവും, നോമ്പുണ്ടാകും, മറ്റേ അമലുണ്ടാകും, പക്ഷേ ഇഖ്ലാസ് ഇല്ല. ഒരു ഹവയിൽ ഇതൊക്കെ അങ്ങോട്ട് ചെയ്യുകയാണ്. ഈ രൂപത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളുണ്ടോ? വഹാദിഹിൽ ഖംസതു ഹുജുബുൻ അനില്ലാഹ്, അള്ളാഹുവിനെ തൊട്ട് മറച്ചു കളയുന്ന, റബ്ബിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്ന 5 കാര്യങ്ങളാണിത്. അതുകൊണ്ട് തന്നെ മുഅ്മിനാണോ, മുസ്ലിമാണോ, വിശ്വാസിയാണോ, ആഖിറത്തിൽ രക്ഷപ്പെടണോ, സലീമായ ഖൽബിന്റെ ഉടമയാകണോ എങ്കിൽ ഒരേ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്, വേറൊന്നുമല്ല. നേരെ മറിച്ച് നമ്മുടെ ഖൽബിനെ ശരിയാക്കുക, ഹൃദയത്തെ നന്നാക്കുക. എങ്ങനെയാണ് ഹൃദയത്തെ നന്നാക്കേണ്ടത്? അതെ, നമ്മുടെ ഹൃദയം ഫൽ ഖൽബു ബൈതുർ റബ്ബി ജല്ല ജലാലുഹു ഹുബ്ബൻ വ ഇഖ്ലാസൻ മഅൽ ഇഹ്സാനി. വാരിയെല്ലുകൾ കൊണ്ട് മൂടി അല്ലാഹു സുരക്ഷിതമായി സംരക്ഷിച്ചു വെച്ച ആ ഖൽബ് അതേ റബ്ബിന്റെ വീടായി മാറണം. ഫൽ ഖൽബു ബൈതുർ റബ്ബി ജല്ല ജലാലുഹു, ആ ഖൽബിനെ അല്ലാഹുവിന്റെ വീടാക്കി മാറ്റണം, അല്ലാഹു ഉള്ള ഇടമാക്കി മാറ്റണം. ഖൽബ് അല്ലാഹുവിന്റെ ബൈത്തായി മാറണം, ഖൽബ് അല്ലാഹുവിന്റെ ദാറായി മാറണം. ഫൽ ഖൽബു ബൈതുർ റബ്ബി ജല്ല ജലാലുഹു ഹുബ്ബൻ വ ഇഖ്ലാസൻ മഅൽ ഇഹ്സാനി. ഹൃദയത്തിലേക്ക് റബ്ബിനെ എടുത്തു വെക്കുന്നത് അത് ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, നേരെ മറിച്ച് അള്ളാഹുവിനോടുള്ള മഹബ്ബത്തു, ആ റബ്ബിനോടുള്ള ഇഷ്ടത്താൽ, അള്ളാഹുവിനോടുള്ള മഹബ്ബത്താൽ, അള്ളാഹുവിനോടുള്ള സ്നേഹത്താൽ. ഖുർആൻ പറഞ്ഞില്ലേ, അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണെന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? മുഅ്മിനാകണമെങ്കിൽ അള്ളാഹുവിനോടുള്ള അദമ്യമായ സ്നേഹമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് അവൻ എൻ്റെ കൽബിൽ, എൻ്റെ ഹൃദയത്തിൽ, അത് എൻ്റെ ഹൃദയത്തെ റബ്ബിൻ്റെ വീടാക്കി മാറ്റുമ്പോൾ റബ്ബിനെ അങ്ങേറ്റത്തെ ഹുബ്ബോടെ, സ്നേഹത്തോടെ കൽബിൽ പാർപ്പിക്കാൻ കഴിയണം, ഇഖ്ലാസോടെ കൽബിൽ പാർപ്പിക്കാൻ കഴിയണം. അങ്ങനെ വരുമ്പോൾ അത് സ്ഫുടം ചെയ്ത അള്ളാഹുവിലെ ദിക്റുള്ള, റബ്ബിനെ സ്മരിക്കുന്ന അള്ളാഹുവിൻ്റെ ബൈത്തായ കൽബായി മാറിയാൽ ഹുവല്ലദീ ഹമ്മുഹു കുല്ലുഹു ഫില്ലാഹ് വഹുബ്ബുഹു കുല്ലുഹു ലഹു വഖസ്തുഹു ലഹു വബദനുഹു ലഹു വഅഅമാലുഹു ലഹു വനൗമുഹു ലഹു വയഖ്ദതുഹു ലഹു. അവന്റെ അതേ ഹമ്മ് മുഴുവനും അള്ളാഹുവിന്റെ കാര്യത്തിലായി മാറുകയാണ്, അവന്റെ ഹമ്മ് മുഴുവനും അള്ളാഹുവിന്റെ വിഷയത്തിലായി മാറുകയാണ്. അള്ളാഹുവേ, ഞാനൊരു അമൽ ചെയ്താൽ അള്ളാഹുവേ നീ അത് കബൂലാക്കുമോ എന്ന ഭയമാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിമുൽ ഖവാഇദ വ ഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. വിശുദ്ധമായ കഅബാലയമാണ്, പരിശുദ്ധമായ ഭവനമാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ
ബിബക്കത്ത മുബാറക, ഭൂമിലോകത്ത് ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട പരിശുദ്ധമായ ഗേഹമാണ്. ആ പരിശുദ്ധമായ ഗേഹത്തിന്റെ അസ്ഥിവാരങ്ങളെ പടുത്തുയർത്താൻ ഇബ്രാഹിം നബി അള്ളാഹ് ഏൽപ്പിക്കുമ്പോ, അതേ ഇബ്രാഹിം നബിക്ക് സഹായിയായി ഇസ്മായിൽ അലൈഹിസ്സലാം വരുമ്പോ രണ്ടാളുകളും അതേ അടുത്ത പ്രദേശത്ത് നിന്ന് ഓരോ കല്ലുകൾ കൊണ്ടുവന്ന് കഅബാലയത്തിന്റെ ആ അസ്ഥിവാരത്തിൽ എടുത്തു വെക്കുമ്പോ ഓരോ കല്ലും എടുത്തു വെച്ചതിനു ശേഷം ആ ഉപ്പയും മകനും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അത് ഹമ്മാണ്, ഭയമാണ്, പേടിയാണ്. അല്ലാഹുവിന് കൊടുത്തത് റബ്ബ് സ്വീകരിച്ചു പോയി എന്ന ഭയമാണ്. ആ മശഖത്തുള്ളവനാണ് മുഅ്മിൻ, ആ ഭയമുള്ളവനാണ് മുഅ്മിൻ. അമലുകൾ ചെയ്യുന്നുണ്ട്, അതേ അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഭയമാണ്, ഹമ്മാണ്. അല്ലാഹുവിന് യോജിച്ച നിലയിൽ അതായോ, അല്ലാഹുവിന്റെ പ്രതാപത്തിന് നിലയിൽ അതിന് യോജിക്കുന്ന നിലയിൽ അതായോ എന്ന ഹമ്മ് അവന്റെ മനസ്സിലുണ്ടാകും. ഹുവല്ലദീ ഹമ്മുഹു കുല്ലുഹു ഫില്ലാ. അവന്റെ ഹമ്മ് മുഴുവനും അല്ലാഹുവിന്റെ വിഷയത്തിലാണ്. വഹുബ്ബുഹു കുല്ലുഹു ബിഹി ലഹു. അവന്റെ ഇഷ്ടം മുഴുവനും അല്ലാഹുവിന് വേണ്ടിയാണ്. ഒരാളുടെ സ്ഥാനം നോക്കിയോ, അയാളുടെ പവർ നോക്കിയോ അല്ല സ്നേഹം. നേരെ മറിച്ച് വഹുബ്ബുഹു കുല്ലുഹു ലഹു. അവന്റെ ഇഷ്ടം മുഴുവനും അല്ലാഹുവിന് വേണ്ടിയാണ്. അല്ലാഹുവിനൊരു കാര്യം ഇഷ്ടമാണോ അവനത് ഇഷ്ടമാണ്, അല്ലാഹുവിനൊരു കാര്യം വെറുപ്പാണോ അവനത് വെറുപ്പാണ്. ആ നിലയിൽ വഹുബ്ബുഹു കുല്ലുഹു ലഹു, അവന്റെ ഇഷ്ടം മുഴുവനും അല്ലാഹുവിന് വേണ്ടിയാണ്. വഖസ്തുഹു ലഹു, അവന്റെ നിയ്യത്ത് അല്ലാഹുവിനുള്ളതാണ്, എന്തും അല്ലാഹുവിന് വേണ്ടിയാണ്. തഹിയാതു അൽ മുബാറകാതു ത്വയ്യിബാതു ലില്ലാഹി. അല്ലാഹുവേ സർവ തഹിയാത്തുകളും സർവ മുബാറകാത്തുകളും അല്ലാഹുവേ എല്ലാ ത്വയ്യിബാത്തുകളും നിനക്കാണ് അല്ലാഹ്. അങ്ങനെ അവന്റെ വഖസ്തുഹു ലഹു, അവന്റെ ഖസ്ത് അല്ലാഹുവാണ്, അവന്റെ നിയ്യത്ത് അല്ലാഹുവിലാണ്. വബദനുഹു ലഹു, അവന്റെ ശരീരം അല്ലാഹുവിനുള്ളതാണ്, അവന്റെ ശരീരം അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹുവിന് വിറ്റുകളഞ്ഞതാണ്. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാഹ. അവന്റെ ശരീരം അല്ലാഹുവിന് കൊടുത്തതാണ്. വബദനുഹു ലഹു വഅഅമാലുഹു ലഹു, അവന്റെ അമലുകൾ മുഴുവനും അല്ലാഹുവിനാണ്. എത്രത്തോളം വനൗമുഹു ലഹു വയഖ്ലതുഹു ലഹു, അവന്റെ ഉറക്കം പോലും അല്ലാഹുവിനാണ്, അവന്റെ ഉണർച്ച അല്ലാഹുവിനാണ്. ഉറങ്ങുന്നത് അല്ലാഹുവിന് വേണ്ടിയോ? അതെ, ഉറക്കം പോലും അല്ലാഹുവിന് വേണ്ടി. അതല്ലേ റസൂല് പറഞ്ഞത്, മോനെ നീ ഉരിപ്പിലേക്ക് പോയാൽ, ഉറങ്ങാൻ പോയാൽ ഉറങ്ങാൻ പോവല്ലേ എന്ന് വിചാരിച്ച് പോയി കിടക്കല്ല. നേരെ മറിച്ച് അല്ലാഹു ഖൽബിലുള്ള ആ അല്ലാഹുവിനെ സ്വീകരിച്ച, ഖാലിഖിനെ സ്വീകരിച്ച, അല്ലാഹുവിനെ ഇലാഹായി ഉൾക്കൊള്ളുന്ന മുഅ്മിനായ മനുഷ്യൻ ഉറങ്ങുമ്പോൾ പോലും നബി പറയാണ് അതേ നിസ്കരിക്കാൻ വുളു എടുക്കുന്നത് പോലെ വുളു എടുത്തു വരൂ. വലതുഭാഗം ചെരിഞ്ഞു കിടക്കൂ. ഇന്നൊരുപാട് സംസാരിച്ചില്ലയോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ പല കച്ചവട കാര്യങ്ങളും പറഞ്ഞില്ലയോ? കുടുംബകാര്യങ്ങൾ പറഞ്ഞില്ലയോ? ഇടപാടുകൾ പറഞ്ഞില്ലയോ? പലതും സംസാരിച്ചില്ലയോ? ഇന്നത്തെ ദിവസത്തെ സംസാരം നീ അവസാനിപ്പിക്കാൻ പോവുകയാണെങ്കിൽ അവസാനമായി നീ പ്രാർത്ഥന പറഞ്ഞു കിടന്നു. അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ലഹരി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക ആമന്തു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. ഈ വാചകം പറഞ്ഞിട്ടല്ലാതെ നീ ഉറങ്ങരുത്. അതേ, ഉറങ്ങാൻ പോകുന്നവനും പറയാണ് അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക. അല്ലാഹുവേ, ഞാൻ എന്നെ നിനക്കിതാ സമർപ്പിച്ചിരിക്കുന്നു. വഫവ്വൽതു അംരി ഇലൈക, എന്റെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവേ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല റബ്ബേ, ഞാൻ എന്റെ പാശം നിന്നിലേക്ക് വെച്ചിരിക്കുന്നു. എന്റെ പ്രതീക്ഷ നിന്നിലാണ്, അതുപോലെ എന്റെ ഭയം നിന്നിലാണ്, എന്റെ അഭയം നീയാണ്. നീയല്ലാതെ വേറെ ഒരു രക്ഷകനില്ല. അല്ലാഹ് ആമന്തു ബികിതാബികല്ലദീ അൻസൽത, നീ അവതരിപ്പിച്ച കിതാബിൽ വിശ്വസിച്ചവനാണു ഞാൻ. വബിനബിയികല്ലദീ അർസൽത, നീ അയച്ച റസൂലിൽ വിശ്വസിച്ചവനാണു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നീ ഉറങ്ങിയാൽ ആ ഉറക്കത്തിനിടയിൽ ഒരു സൈലന്റ് അറ്റാക്ക് വന്നു. കാരണം ഷുഗർ കൂടുതലാണ്, മരിക്കുന്ന വേദന പോലും ഇല്ലാതെ മരിച്ചു പോകുമെന്നാണ്. നമ്മിൽ പല ആളുകളും ഹൈ ലെവൽ ഷുഗർ ഉള്ള മനുഷ്യരാണ്, കൊളസ്ട്രോൾ ഉള്ള മനുഷ്യരാണ്. അറ്റാക്കിന് ഒരുപാട് സാധ്യത
അവസ്ഥയുള്ള മനുഷ്യരാണ്, ഹൈ ഡിപ്രഷനിൽ ജീവിക്കുന്ന ആളുകളാണ്. ഓരോ കുടുംബത്തിലെയും അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. ഡിപ്രഷൻ അടിച്ച് സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന ആധുനിക മനുഷ്യ, ആ ഉറക്കിൽ ഒരു സൈലന്റ് അറ്റാക്ക് വന്ന് നീ അങ്ങ് മരിച്ചു പോയാൽ ആ ഉറക്കം അള്ളാഹുവിനെ കണ്ടുള്ള ഉറക്കമായതുകൊണ്ട്, അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഉറക്കമായതുകൊണ്ട് ആ ഉറക്കിൽ നീ മരിച്ചു പോയാൽ ശുദ്ധ പ്രകൃതിയിൽ നീ റബ്ബിനെ കണ്ടുമുട്ടുന്ന അവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് അവസാനമായി പറയുന്ന വാക്കാക്കി ഈ വാചകത്തെ നീ മാറ്റിക്കോ. ഒരു ദിവസം അവസാനമായി പറയുന്ന വാചകം ഇതായിരിക്കണമെന്ന് വളരെ വ്യക്തമായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ വനൗമുഹു ലഹു, ആ ഉറക്കം പോലും അള്ളാഹുവിന് നൽകേണ്ടതാണ്. ഇനി വയഖുലതുഹു, ആ ഉണർച്ച അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹുവിന് വേണ്ടി ഉണരുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത് രാവിലെ മക്കളെ സ്കൂളിൽ വിടേണ്ടതുണ്ട്, അതുകൊണ്ട് നേരത്തെ എഴുന്നേക്കണം. അല്ലെങ്കിൽ ഇതാ എനിക്ക് ജോലിക്ക് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് നേരത്തെ എഴുന്നേക്കണം. അല്ലെങ്കിൽ എറണാകുളത്ത് എത്തേണ്ടതുണ്ട്, അതുകൊണ്ട് നേരത്തെ എഴുന്നേക്കണം. നമുക്ക് ഉണരാൻ പല കാരണങ്ങളാണ്. എന്നാൽ മുഅ്മിൻ ഉറങ്ങിയാൽ ഉണരാൻ ഒരേ ഒരു കാരണമേയുള്ളൂ, അത് വേറൊന്നുമല്ല. അമ്മൻ ഹുവ ഖാനിതു ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ഖുർആൻ പറയാണ് അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ. ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? രാത്രിയുടെ ഭാഗങ്ങളിൽ അവർ എഴുന്നേറ്റ് വരുന്നത് കണ്ടില്ലയോ? ആ രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോ കാണുന്നത് പുതപ്പിനടിയിൽ അവർ പൂണ്ടിറങ്ങുകയല്ല, നേരെ മറിച്ച് ഇതാ ശീതീകരിച്ച ബെഡ്റൂമിന്റെ ഉള്ളിൽ അവരിതാ തണുത്തു കിടന്ന് മരവിച്ചുറങ്ങുകയല്ല. നേരെ മറിച്ച് രാത്രിയുടെ അന്ത്യാമത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോ അവരതാ സുജൂദിൽ കിടക്കുന്നു, സജിദാ വഖായിമാ, കാലുനീര് കെട്ടുന്നത് വരെ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. അവൻ ഉറങ്ങിയത് തഹജ്ജുദിന് എഴുന്നേക്കാൻ വേണ്ടിയാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. പക്ഷിമൃഗാദികൾ പോലും ഉറങ്ങുന്ന നേരത്ത്, അതേ പ്രകൃതി പോലും സൈലന്റായ നേരത്ത്, എല്ലാവരും പൂണ്ടുറങ്ങുന്ന നേരത്ത് റബ്ബുമായി ചാറ്റ് ചെയ്യാൻ എഴുന്നേറ്റ് വരുന്നവൻ, റബ്ബുമായി മുനാജാത്ത് നടത്താൻ എഴുന്നേറ്റ് വരുന്നവൻ യഹ്ദറുൽ ആഖിറത, അവൻ അല്ലാഹു അവനെ കണ്ടുമുട്ടുന്ന ആഖിറത്തിനെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവനാണ്. വയർജു റഹ്മത റബ്ബിഹി, ഖാലിഖായ റബ്ബിന്റെ കാരുണ്യത്തെ കൊതിക്കുന്നവനാണ്. അതുകൊണ്ട് രാത്രിയുടെ അന്ത്യാമത്തിൽ റബ്ബുമായി സംസാരിക്കാൻ അവൻ എഴുന്നേറ്റ് വരികയാണ്. ഇത് പറഞ്ഞിട്ടാണ് അല്ലാഹ് പറയുന്നത് ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ളവനും വിവരമില്ലാത്തവനും സമമാകുമോ? വിവരമുള്ളവനും വിവരമില്ലാത്തവനും സമമാകുമോ? അറിഞ്ഞു ജീവിക്കുന്നവനും വിവരദോഷിയായി ജീവിക്കുന്നവനും സമമാകുമോ? വിവേകിയും അവിവേകിയും സമമാകുമോ? ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ബുദ്ധിയുള്ളവനെ ചിന്തിക്കൂ, തലയുള്ളവനെ ഉറ്റാലോചിക്കൂ എന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? അതുകൊണ്ട് തന്നെ അവൻ രാത്രിയിൽ എഴുന്നേൽക്കുകയാണ്. നമ്മിൽ പല ആളുകൾക്കും നഷ്ടപ്പെട്ടു പോയ നന്മയാണത്. കാരണം പല രോഗങ്ങൾക്കും അടിമപ്പെട്ടു പോയി നമ്മൾ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ രാത്രിയിലെ അന്ത്യാമത്തിൽ എഴുന്നേറ്റ് അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആരെങ്കിലും എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നുവോ എങ്കിൽ പുറത്തു തരാം, ആവശ്യങ്ങളുണ്ടോ ചോദിച്ചാൽ തരാമെന്ന് അടിയാറുകളെ വിളിച്ചു പറയുന്ന നേരത്ത് പൂണ്ടിറങ്ങുന്ന ആളുകൾ, അതേ മുഹമ്മദ് നബിയോട് പോലും അല്ലാഹു പറഞ്ഞത് ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതഅൻ വഅഖ്വമു ഖീലാ. ഓ മുഹമ്മദ് നബിയെ, നിങ്ങളുടെ മെന്റൽ പവർ വേണോ? നിങ്ങൾക്ക് മെന്റൽ ഹെൽത്ത് വേണോ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ പവർ വേണോ? എങ്കിൽ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചു കൊള്ളുക. രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതിസന്ധികൾ അതുകൊണ്ട് മാറിക്കിട്ടും, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് മാറിക്കിട്ടും. അതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂലിനോട് പോലും അള്ളാഹു നിർബന്ധമായി കൽപ്പിച്ചില്ലയോ? എന്നാൽ അതേ മുഅ്മിനായ മനുഷ്യൻ രാത്രിയിൽ ഉറങ്ങിയാൽ അവന്റെ ഉണർച്ച പോലും അള്ളാഹുവിന് വേണ്ടിയാണ്.
അങ്ങനെ അവസാന ശ്വാസം വരെ ഖുർആൻ പറഞ്ഞില്ലയോ വഅ്ബുദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അല്ലാഹയാണ് ആരാധ്യൻ എന്ന് പറയുമ്പോ, സൃഷ്ടാവ് ആണ് ആരാധ്യൻ എന്ന് പറയുമ്പോ, ജുമഅയുടെ നേരത്ത് ഉച്ചനേരത്ത് ജുമഅ നിസ്കരിക്കുമ്പോ മാത്രമല്ല, അതല്ലെങ്കിൽ ളുഹറിന്റെ ബാങ്ക് കൊടുക്കുമ്പോ മാത്രമല്ല, വഅ്ബുദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അന്ത്യശ്വാസം വരെ, മരണം മുന്നിൽ വന്ന് നിൽക്കുന്ന സെക്കൻഡ് വരെ, ആ മരണം ഉറപ്പാകുന്ന സമയം വരെ നിന്റെ റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക. വേറെ ഇബാദത്തിന്റെ അർഹത ഒരാൾക്കും കൊടുക്കാതിരിക്കുക. ഒരു പ്രാർത്ഥനയും അല്ലാത്തൊരു ശക്തിക്കുമില്ല. ആര് പറഞ്ഞാലും, ഏത് ഹോജ പറഞ്ഞാലും, ആര് തെളിവ് നടത്തിയാലും, എത്ര വാദപ്രതിവാദം നടത്തിയാലും അല്ലാത്ത ഒരു പടപ്പിനോടും, അത് മനുഷ്യരാകട്ടെ, മരിച്ചവരാകട്ടെ, ജിന്നുകളാകട്ടെ, മലക്കുകളാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, ഒരു പടപ്പിനും ഒരു മഖ്ലൂക്കിനും ഇല്ല. ഏതുവരെ? മരണം എന്ന ആ യാഥാർത്ഥ്യം മുന്നിൽ വന്ന് നിൽക്കുന്നത് വരെ. കാരണം മനുഷ്യന് മരണത്തോടെ എല്ലാം ഇല്ലാതാകും, എല്ലാം തീർന്നു പോകും, എല്ലാം അവസാനിച്ചു പോകും. ആ മരണം വന്നാൽ എല്ലാം മനുഷ്യന് തീർന്നു പോകും, എല്ലാം അവസാനിച്ചു പോകും. മരണം മുന്നിൽ എപ്പോഴും വന്നു നിൽക്കാം, എപ്പോഴും വന്നു നിൽക്കാം. ദുനിയാവ് ഒരു കടലാണ്, സമുദ്രമാണ്. ആ സമുദ്രത്തിലെ ആഞ്ഞടിക്കുന്ന തിരമാലയാണ് മരണം. അൽ മൗതു ബഹ്റുൻ മൗജുഹു താഫിഹു യഗ്രിഖു ഫീഹിൽ മാഹിറു സാബിഹു. എത്ര വലിയ നീന്തലറിയുന്നവനാണെങ്കിലും ഈ മരണമാകുന്ന സമുദ്രത്തിലെ തിരമാലയിൽ പെട്ടവൻ ചത്തുപോകും. അൽ മൗതു ബഹ്റുൻ മൗജുഹു താഫിഹു യഗ്രിഖു ഫീഹിൽ മാഹിറു സാബിഹു. അതേ, എത്ര വലിയ വിദഗ്ധനായ നീന്തൽക്കാരനാണെങ്കിലും മരണത്തിന്റെ തിരമാലകൾ, അലമാലകൾ വന്നിട്ട് അവനെ പിടിക്കും. അതുകൊണ്ട് വൈഹകി യാ നഫ്സി ഖിഫി വസ്മഈ മഖാലതൻ ഖദ് ഖാലഹാ നാസിഹു. ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളടക്കമുള്ള നാസിഹുകളായ, ഗുണകാംക്ഷികളായ ആളുകൾ പറഞ്ഞുപോയ വാക്കുകൾ, ആ മഖാലയൊന്ന് കേൾക്കണേ, നിന്ന് കേൾക്കണേ. എന്താണത്? ലാ യൻഫഉൽ ഇൻസാനു ഫീ ഖബ്രിഹി ഇല്ല തുഖാ വൽ അമലു സ്വാലിഹു. ഒരു മനുഷ്യന് നാളെ ഖബറിൽ ഉപകരിക്കുന്നത് വേറൊന്നുമില്ല, തഖ്വയാണ്, അമലു സ്വാലിഹാത്തുകളാണ്, സൽക്കർമ്മങ്ങളാണ്, തൗഹീദാണ്, സുന്നത്താണ് ഒരു മനുഷ്യന് നാളെ ഖബറിൽ ഉപകരിക്കുന്നത്. അതല്ലാത്തത് ദുനിയാവിൽ എന്ത് തന്നെ നേടിയാലും, എന്തു തന്നെ ആർജിച്ചാലും അതൊന്നും മരിച്ചതിനു ശേഷം നിനക്ക് ഉപകരിക്കില്ലല്ലോ, മരിച്ചതിനു ശേഷം അത് കിട്ടില്ലല്ലോ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു ഖബർസ്ഥാനിലേക്ക് തന്റെ കൂട്ടുകാരുമായി പോയിട്ട് പറഞ്ഞല്ലോ, അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാർ. ഖബറിൽ കിടക്കുന്ന ഖബറാളികളെ, നിങ്ങൾക്ക് സലാം. മൽ ഖബറു ഇൻദകും. എന്തുണ്ട് നിങ്ങളുടെ വിശേഷം? കുറെ കാലമായല്ലോ നിങ്ങൾ ഖബറിലേക്ക് പോയിട്ട്. മൽ ഖബറു ഇൻദകും. നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ വിവരം എന്താണെന്ന് വിളിച്ചു ചോദിക്കുകയാണ്. ആരും മറുപടി പറയുന്നില്ല. ഖബർസ്ഥാന്റെ പ്രത്യേകത ഏതാണല്ലോ, അതേ, വിശ്വസിച്ച് പോയിരിക്കാൻ പറ്റുന്ന ഇടമാണ്, ഒരു പ്രശ്നവുമില്ലാത്ത ഇടമാണ്. ആരും ശണ്ട കൂടാൻ വരില്ലല്ലോ, ആരും ബഹളം വെക്കാൻ വരില്ലല്ലോ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മൽ ഖബറു ഇൻദകും, എന്തൊക്കെയുണ്ടോ വിശേഷം എന്ന് ചോദിക്കുമ്പോ ആരും മറുപടി പറയുന്നില്ല. അതേ, ശ്മശാന മൂകതയാണ്. ആ സന്ദർഭത്തിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുന്നു, എന്നാൽ കേട്ടോ, ഇന്നൽ ഖബറ ഇൻദനാ. നിങ്ങൾ പോയതിനു ശേഷം ഞങ്ങളുടെ കാര്യം വളരെ റാഹത്തിലാണ്. നിങ്ങൾ പോയതിനു ശേഷം ഞങ്ങളുടെ കാര്യം അന്ന അംവാലക്കും ഖദ് ഖുസിമത്. നിങ്ങളൊരു ആയുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിക്കൊണ്ടുവന്ന സമ്പത്ത് നിങ്ങളുടെ കാലശേഷം വഴക്കിട്ട് കേസ് കൊടുത്ത് ബഹളം വെച്ച് കൃത്യമായി ഞങ്ങൾ വീതിച്ചെടുത്തിട്ടുണ്ട്. അന്ന ബുയൂതക്കും ഖദ് സുഖിനത്. ഒരായുസിൽ പലിശയെടുത്തും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടും ഒക്കെ ഉണ്ടാക്കി നിന്റെ വീടുണ്ടല്ലോ, അത് ശൂന്യല്ല. നീ പോയതിനു ശേഷം അവിടെ ആളുകൾ കയറി താമസിക്കുന്നുണ്ട്. നിന്റെ ബെഡ്റൂമിൽ പോലും ആളുകളുണ്ട്. അന്ന സൗജാതകും ഖദ് സുവ്വിജത്. തീർച്ചയായും നിങ്ങളുടെ ഇണകളുണ്ടല്ലോ, നിന്നോടൊപ്പം ജീവിതം പങ്കിട്ട ജീവിത പങ്കാളികൾ, അവർ വേറെ വിവാഹം കഴിച്ച് സുഖകരമായി ജീവിക്കുന്നുണ്ട്. നീ പോയത് കൊണ്ട് ഇവിടെ ഒരു പ്രശ്നവുമില്ല, നീ പോയത് കൊണ്ടൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. കൃത്യമായി സൂര്യനുദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്. അതെ, 24 മണിക്കൂർ തന്നെയുണ്ട്. എല്ലാവരും അങ്ങാടി പോകുന്നുണ്ട്, സുഖകരമാണ്. നാട്ടിലെല്ലാം ബഹുജോറായി തന്നെ നടക്കുന്നുണ്ട്. നീ ഇല്ലാത്തത് കൊണ്ട് ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ല
എന്ന് പറഞ്ഞിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് കരയുകയാണ്. എന്നിട്ട് കൂടെയുള്ളവരോട് പറയുകയാണ്, വല്ലാഹി ലവിസ്തതഉ അയ്യുജീബു, ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളികൾക്ക് വാതുറന്ന് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, ഈ വർത്തമാനങ്ങൾക്ക് മറുപടി പറയാൻ അവർക്ക് കഴിയുമായിരുന്നെങ്കിൽ അവർ വിളിച്ചു പറയുമായിരുന്നു, ഇന്ന ഖൈറസ്സാദ് അത്തഖ്വാ. ആ ഖബറിൽ കിടന്നവർ വിളിച്ചു പറയുമായിരുന്നു, ഒരു മനുഷ്യൻ അവന്റെ പുരുഷായുസ്സിൽ ആർജിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പാഥേയം, ജീവിതത്തിൽ ഏറ്റവും നല്ല വിഭവം, അതേ ബാങ്കിലെ ബാലൻസ് അല്ല, ഏക്കർ കണക്കിലുള്ള എസ്റ്റേറ്റുകളല്ല, നേരെ മറിച്ച് തഖ്വാ. അല്ലാഹുവിന് വേണ്ടി ഒരു സമയം ജീവിച്ചിട്ടുണ്ടോ? റബ്ബിന് വേണ്ടി ഒരു സെക്കൻഡ് ജീവിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന് വേണ്ടി ഒരു ദിവസം മാറ്റിവെച്ചിട്ടുണ്ടോ? അല്ലാഹുവിന് വേണ്ടി എന്തെങ്കിലും നീക്കി വെച്ചോ? അതല്ലാതെ ഒരു മനുഷ്യനൊന്നുമില്ല എന്ന് ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളികൾ വിളിച്ചു പറയുമായിരുന്നുവെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചുവെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നഗരിയിൽ ഒരുമിച്ച് കൂടിയെങ്കിൽ, റബ്ബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുവെങ്കിൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം ആഖിറത്തിൽ ആ റബ്ബിനെ കണ്ടുമുട്ടണമെന്നാണ്, അല്ലാഹുവിൻ്റെ ലിഖാ സാധ്യമാകണമെന്നാണ്, റബ്ബിന്റെ മുന്നിൽ സന്തോഷത്തോടെ എത്തണമെന്നാണ്, ആ റബ്ബ് നമ്മെ കബൂലാക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബിന് വേണ്ടി ജീവിക്കലാണ് നമ്മുടെ ബാധ്യത. പക്ഷെ പലപ്പോഴും പല കക്ഷികളുടെ പേരിൽ നമ്മൾ പിരിഞ്ഞുപോയി. തൗഹീദ് പറഞ്ഞാൽ പറയും അവൻ വഹാബിയാണ്, അവൻ മുജാഹിദാണ്, അവൻ സലഫിയാണ്, അതുകൊണ്ട് അവൻ പറയുന്നത് കേൾക്കണ്ട, പറ്റുമെങ്കിൽ അവന് മറുപടി പറയാമെന്ന് പറഞ്ഞ് അതേ സലഫികൾക്കെതിരെ മെക്കിട്ട് കയറുകയാണ്. പലരും ഇത് കക്ഷിത്വമായി മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് കക്ഷിത്വമല്ല, ഇത് നസീഹത്തുള്ള ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും നിർവഹിച്ച ദൗത്യമാണ്. ഇവിടെ ദുനിയാവിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി മാറുക എന്നതാണ് നമ്മുടെ ബാധ്യത. അള്ളാഹുവിന് കൊടുക്കലാണ് നമ്മുടെ ബാധ്യത. റബ്ബിന് വേണ്ടി ജീവിക്കലാണ് നമ്മുടെ ബാധ്യത. റബ്ബ് അതിനാ നമ്മെ പടച്ചത്. ഖുർആൻ പറഞ്ഞില്ലേ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വലാ ഉരീദു അൻ യുത്ഇമൂൻ. അല്ലാഹ് പറയാണ്, നിങ്ങൾ എനിക്ക് അന്നം തരണ്ടടോ, നിങ്ങൾ അല്ലാഹ്ക്ക് അന്നം കൊടുക്കണ്ട, നിങ്ങൾ എനിക്ക് അന്നം തരണ്ട, നിങ്ങൾ എന്നെ ഊട്ടണ്ട, നിങ്ങൾ എനിക്ക് ഭക്ഷണം കണ്ടെത്തി തരണ്ട. നേരെ മറിച്ച് നിന്നെ ഞാൻ പടച്ചത് മനുഷ്യകുലമേ, ജിന്നുകുലമേ, നിങ്ങളെ ഞാൻ പടച്ചത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അതിനാ റബ്ബ് ബുദ്ധി തന്നത്, അതിനാണല്ല വിവേകം തന്നത്. എനിക്ക് വിവരമില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. തൗഹീദ് അല്ലാഹു നമ്മുടെ ഖൽബിൽ ഇട്ടു തന്നതാണ്, ഹൃദയത്തിൽ ഇട്ടു തന്നതാണ്. അത് ഏത് മതവിശ്വാസിയാണെങ്കിലും തൗഹീദ് പറഞ്ഞു നോക്കൂ, അവൻ കരയുന്നത് കാണാം, അവന്റെ ഖൽബ് പിടയുന്നത് കാണാം, അവന്റെ ഹൃദയം വിങ്ങുന്നത് കാണാം. കാരണം തൗഹീദ് ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ അല്ലാഹു ഇട്ടു തന്നതാണ്. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആലമുൽ അർവാഹിൽ വെച്ച് റബ്ബ് പഠിപ്പിച്ചു കൊടുത്തതാണ് തൗഹീദ്. അലസ്തു ബി റബ്ബിക്കും, ഞാൻ തന്നെയല്ലയോ നിങ്ങളുടെ റബ്ബ്, ഞാൻ തന്നെയല്ലയോ നിങ്ങളുടെ ഇലാഹ് എന്ന് ആലമുൽ അർവാഹിൽ വെച്ച് ചോദിച്ച നേരത്ത് സർവ്വ മനുഷ്യരും ഈ ലോകത്ത് ജനിച്ചു ജീവിച്ചു കൊണ്ടിരിക്കുന്ന, ജീവിച്ച് മരിച്ചുപോയ, ജീവിക്കാനിരിക്കുന്ന സർവ്വ മനുഷ്യരും ഒരുപോലെ പറഞ്ഞ മറുപടിയാണ് ബലാ 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 ഷഹീദിന, അല്ലാഹുവേ ഞങ്ങളതിന് സാക്ഷിയാണ്, നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് ലോകത്ത് പിറക്കാനിരിക്കുന്ന, ജീവിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ മനുഷ്യരും ഒരുപോലെ അംഗീകരിച്ച സംഗതിയാണെങ്കിൽ ഏതൊരു മനുഷ്യന്റെയും ഉള്ളകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചതാണ് തൗഹീദെങ്കിൽ, തൗഹീദ് അറിയില്ല എന്ന് പറഞ്ഞു പടച്ചവനെ കണ്ടുമുട്ടാൻ ഒരാൾക്കും കഴിയില്ല. നേരെ മറിച്ച് എല്ലാവരുടെയും ഖൽബിൽ തൗഹീദ് ഉള്ളതാണ്, അല്ലാഹു ഇട്ടുകൊടുത്ത ബോധമാണത്. പക്ഷേ പലപ്പോഴും പിശാച് നമ്മെ സമീപിക്കും, എന്നിട്ട് കുഴപ്പത്തിലാക്കും. ശിർക്ക് നമ്മുടെ കൽബിലേക്ക് ഇട്ടുതരും, പലതരത്തിൽ വരും. അതേ പല ജാതിയാണ് ആ പിശാചിന്റെ പ്രവർത്തനങ്ങൾ. ആ പിശാചിന്റെ പ്രവർത്തനങ്ങൾ മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി റഹിമഹുല്ല വിശദമായി വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ഞാൻ അതിലേക്ക് പോവുകയല്ല. ഏതാണ്ട് 18ഓളം പ്ലാനുകൾ ഉണ്ട് എന്നാണ് ഒരു മനുഷ്യനെ പിഴപ്പിക്കാൻ പിശാചു സ്വീകരിക്കുന്ന നടപടി. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, ഒന്നിൽ തോറ്റുപോയാൽ അടുത്തത്, അങ്ങനെ 18ഓളം പ്ലാനുകൾ പിശാചിനുണ്ട്. ABCDE എന്ന്
പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. ആ രൂപത്തിൽ ഏതെങ്കിലും ഒരിടത്ത് കൊണ്ടുപോയി മനുഷ്യനെ പിഴപ്പിച്ച് അവനെ നരകത്തിലെത്തിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ഡ്യൂട്ടിയായി അവൻ ഏറ്റെടുത്തത്. അതല്ലേ റബ്ബിനോട് അവൻ പറഞ്ഞത്, ലഉദിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. ഈ ആദം മക്കൾ മുഴുവനും ഞാൻ പിഴപ്പിക്കുമല്ലാ, ഈ ആദം മക്കൾ മുഴുവനും ഞാൻ പിഴപ്പിക്കുമല്ലാ. ലഉദിയന്നഹും അജ്മഈൻ. എൻ്റെ സ്ഥാനം നഷ്ടപ്പെടാൻ കാരണമായ ഈ ആദമിന്റെ സർവ്വമക്കളെയും ഞാൻ പിഴപ്പിക്കുമല്ലാ. ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. അതിൽ ഇഖ്ലാസുള്ള മനുഷ്യരുണ്ട്, ഇഖ്ലാസുള്ള മനുഷ്യരുണ്ട്. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരുണ്ട്, നിനക്ക് വേണ്ടി വാദിക്കുന്ന മനുഷ്യരുണ്ട്, നിനക്ക് വേണ്ടി ഉറങ്ങുന്ന മനുഷ്യരുണ്ട്, നിനക്ക് വേണ്ടി ഉണരുന്ന മനുഷ്യരുണ്ട്, നിനക്ക് ശരീരം തന്ന മനുഷ്യരുണ്ട്, നിനക്ക് സമ്പത്ത് തന്ന മനുഷ്യരുണ്ട്, ഇഖ്ലാസോടെ ജീവിച്ച മനുഷ്യരുണ്ട്. അല്ലാഹുവേ, സർവ്വതിലും നിന്നെ തൃപ്തിപ്പെട്ട ആളുകളുണ്ട്. അവരെ പിഴപ്പിക്കാൻ എനിക്ക് കഴിയില്ല അല്ലാ, അവരെ പിഴപ്പിക്കാൻ എനിക്ക് കഴിയില്ല അല്ലാ എന്ന് സാക്ഷാൽ പിശാച് പോലും റബ്ബിനോട് പറഞ്ഞുവെങ്കിൽ ഈ രൂപത്തിൽ അല്ലാഹുവിനെ കൊടുത്തു ജീവിക്കുന്നവര്, അള്ളാഹുവിനെ സമർപ്പിച്ചു ജീവിക്കുന്നവര്, അള്ളാഹുവിൽ സമാധാനമടയുന്ന ആളുകള്, അതേ അള്ളാഹുവിലേക്ക് പൂർണ്ണമായും സായുജ്യമടയുന്ന ആളുകള്, ജീവിതത്തിന്റെ സകല മേഖലകളിലും അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയിലേക്കും തിരിഞ്ഞു നോക്കാതെ അള്ളാഹുവിനെ അവലംബിച്ച് അള്ളാഹുവിനെ ഇഅ്തിമാദ് ചെയ്ത് ജീവിച്ച മനുഷ്യർ, അവർ ജീവിച്ച അവസാനം അവരുടെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ മാലാഖമാർ അവരെ തിരിച്ചു കൊണ്ടുപോകാൻ വിളിച്ചു കൊണ്ടുപോകാൻ വരുന്ന നേരം, ആ റൂഹിനെ വിളിക്കാൻ വരുന്ന നേരം, ആ നേരത്തിൽ അല്ലാഹുവിന് വേണ്ടി ജീവിച്ച മനുഷ്യരോടാ പറയുന്നത്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന തുർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഓ പരിശുദ്ധാത്മാവേ, തുമഅ്നീനത്തായ ആത്മാവേ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, തുമഅ്നീനത്തായ ആത്മാവേ. ആരിലാ തുമഅ്നീനത്തായത്? അല്ലാഹുവിൽ, റബ്ബിൽ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക്. ഈ കാലമത്രയും നീ ജീവിച്ചത് റബ്ബിന് വേണ്ടിയാണ്, നീ സ്നേഹിച്ചത് റബ്ബിന് വേണ്ടിയാണ്, നീ ഇടപെട്ടത് റബ്ബിന് വേണ്ടിയാണ്, നീ സംസാരിച്ചത് റബ്ബിന് വേണ്ടിയാണ്, നീ പരിപാടി സംഘടിപ്പിച്ചത് റബ്ബിന് വേണ്ടിയാണ്, നീ സുജൂദ് ചെയ്തത് റബ്ബിന് വേണ്ടിയാണ്, സകല മേഖലകളിലും റബ്ബിനെ സ്വീകരിച്ചവനാണ്. അതുകൊണ്ട് ഇർജിഇ ഇലാ റബ്ബിക്, ആ റബ്ബിലേക്ക് നീ മടങ്ങിക്കൊള്ളുക. എങ്ങനെ? റാദിയതൻ മർദിയ, റാദിയതൻ മർദിയ. അല്ലാഹുവിൽ തൃപ്തനായിരുന്നല്ലോ നീ ഇതുവരെയും. നിന്റെ കല്യാണത്തിനും നിന്റെ വീട്ടിലെ വിവാഹത്തിനും നിന്റെ വീട്ടിലെ ചടങ്ങുകൾക്കും അതുപോലെ തന്നെ നിന്റെ പെരുമാറ്റത്തിലും നിന്റെ കച്ചവടത്തിലും നിന്റെ സംസാരത്തിലും അല്ലാഹുവിൽ തൃപ്തിയുള്ളവനായിരുന്നല്ലോ നീ. എന്നാൽ നിന്നിൽ റബ്ബും തൃപ്തിപ്പെട്ടിരിക്കുന്നു, നിന്റെ ഇടപാടിൽ റബ്ബ് തൃപ്തിപ്പെട്ടിരിക്കുന്നു, നിന്റെ സംസാരത്തിൽ റബ്ബ് തൃപ്തിപ്പെട്ടിരിക്കുന്നു, നിന്റെ നടത്തത്തിലും ഇരുത്തത്തിലും റബ്ബ് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തൃപ്തിപ്പെട്ടവനായി നീ റബ്ബിലേക്ക് ചെന്നുകൊള്ളുക. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അതേ, റബ്ബിന്റെ വിളിയാളമുണ്ടാവുകയാണ്, എൻ്റെ ദാസന്മാരിലേക്ക് വരൂ, എന്നോടൊപ്പം എൻ്റെ പ്രിയമിത്രങ്ങളായ ആളുകൾ, അതേ എന്നെ കണ്ടു ജീവിച്ച എൻ്റെ അടിയാറുകൾ അവരിലേക്ക് വരൂ, അതേ സ്വർഗത്തിലേക്ക് വരൂ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വിളിച്ചു കൊണ്ടുപോകുന്ന ആളുകളാകാൻ ആഗ്രഹിക്കണം. അല്ല, ആ നിലയിലാണ് ഞാനെന്ന് ഉറപ്പിക്കണം. എങ്കിൽ പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം മരണത്തിൽ ബേജാറ് വേണ്ട, മരിക്കുന്ന നേരത്ത് ബേജാറ് വേണ്ട. എവിടെ മരിച്ചാലും അത് വാനലോകത്ത് കഴിഞ്ഞ ദിവസം നടന്നതുപോലെ, അസർബൈജാനിൽ സംഭവിച്ചതുപോലെ, ഫ്ലൈറ്റിൽ ഇങ്ങനെ പറന്നു പോകുമ്പോൾ നേരെ ആ ഫ്ലൈറ്റ് തകർന്ന് താഴെ വീണ് അതിൽ കത്തിക്കരിഞ്ഞു പോയാലും, ഇനി അതല്ല ഒരു അപകടത്തിൽ മരിച്ചു പോയാലും, ഇനി ഒരു അറ്റാക്ക് വന്നാലും, മരിച്ചതിൻ്റെ പേരിൽ ഈ ഒരു നിലപാടിലാണോ പ്രയാസപ്പെടേണ്ട? മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എഴുതി വെച്ചതുപോലെ, അദ്ദേഹം മരിക്കുന്നതിന് മണിക്കൂർ മുമ്പ് പറഞ്ഞതുപോലെ, കുല്ലി ഇഖ്വാനിൻ റഔനി മൈതാ ഫബകൗനി വറസൗലി ഹസനാ അതظنون بأني ميتكم ليس ذاك الميت والله أنا.
അബൂ ഹാമിദുൽ ഗസാലി പറഞ്ഞതുപോലെ ഞാൻ മരിക്കാൻ പോവുകയാണ്. മരണത്തിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. എൻ്റെ ഹാർട്ട് ബീറ്റുകൾ ഇങ്ങനെ കൂടുകയാണ്. എൻ്റെ നാഡീനരമ്പുകൾ തളർന്നുകൊണ്ടിരിക്കുകയാണ്. മരണം എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഇപ്പോൾ ഞാൻ മരിച്ചെന്നറിഞ്ഞാൽ ഓടി വരും. എൻ്റെ ചുറ്റുഭാഗത്തും അവർ നിൽക്കും. അവർ കരയാൻ വരികയാണ്, ദുഃഖിക്കാൻ വരികയാണ്, വിഷമം പറയാൻ വരികയാണ്, ഗസാലി മരിച്ചു എന്ന് പറയാൻ വരികയാണ്. അതിൻ്റെ പേരിൽ ദുഃഖിക്കാൻ വരുന്നവരാണ്. അവരോട് ഞാൻ പറയട്ടെ, ഞാൻ മരിച്ചിട്ടില്ലടോ, ഞാൻ മരിച്ചെന്ന് നിങ്ങൾ കരുതണ്ടടോ. അന്നീ മയ്യിത്തുക്കും, ഞാൻ മയ്യിത്തല്ലടോ. ലൈസ ദാക്കൽ മയ്യിതു വല്ലാഹി അനാ, അല്ലാഹനെ തന്നെ സത്യം, ഞാൻ മയ്യിത്തല്ല, അതെന്റെ കൂട് മാത്രമാണ് ആ കിടക്കുന്നത്. അന ഫിസ്സൂരി വഹാദാ ജസദി കാന ബൈതി വഖമീസി സമനാ. ഇത്രയും കാലം ഞാൻ ആ ജയിലിന്റെ ഉള്ളിലായിരുന്നു, എന്റെ കൂടായിരുന്നുവത്. അന ഉസ്ഫൂറു വഹാദാ ഖഫസി തിർതു മിൻഹു വബഖി മുർതഹനാ. ആ കൂട്ടിന്റെ ഉള്ളിൽ കടന്നുപോയ പക്ഷിയായിരുന്നു ഞാൻ. ആ കൂട് വിട്ട് ഞാനിതാ പറക്കുകയാണ്, ആകാശലോകത്തേക്ക് പറക്കുകയാണ്, സപ്താകാശങ്ങൾ താണ്ടി കിടക്കുകയാണ്. എൻ്റെ റബ്ബിലേക്ക് ഞാനിതാ പോവുകയാണ്. അതുകൊണ്ട് കൂട് വിട്ട് പറന്നുയരുന്ന പക്ഷിയാണു ഞാൻ. എൻ്റെ കൂട് നോക്കിയിട്ട് എൻ്റെ മയ്യിത്തല്ലേ അത് എന്ന് പറഞ്ഞ് കരയാൻ ഒരാളും ഇങ്ങോട്ട് വരരുത് എന്ന് എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞേക്ക്. കുല്ലി ഇഖ്വാനിൻ റഔനി മയ്യിതൻ ഫബകൗനി വറസൗലി ഹസനാ. എൻ്റെ മയ്യിത്ത് കണ്ട് ദുഃഖിക്കാൻ വരുന്നവരോട് പറഞ്ഞു കൊടുത്തേക്ക്, അത് ഗസാലിയുടെ കൂട് മാത്രമാണ്. ഗസാലി എന്ന പക്ഷി പറന്നുപോയിരിക്കുന്നു. ഈ ഒരു ബോധം ഖൽബിൽ സൂക്ഷിക്കുക. നല്ല നിലക്ക് മരിക്കാൻ പണിയെടുക്കുക. ഇത്രയും കാലം 60 വയസ്സ്, 40 വയസ്സ്, 30 വയസ്സ്, 35 ഒക്കെ ജീവിച്ചില്ലേ? ഈ ജീവിച്ചത് അത്രയും ജീവിക്കാനായിരുന്നു ഈ അധ്വാനം മുഴുവൻ, ഈ ഓട്ടം മുഴുവൻ, നെട്ടോട്ടം മുഴുവൻ. കളവ് പറഞ്ഞതും, കരഞ്ഞെന്ന് നടത്തിയതും, തോന്നിയാസം കാണിച്ചതും, അക്രമം പ്രവർത്തിച്ചതും, ദുഷിച്ച ഹൃദയത്തിന്റെ ഉടമയായതും, കുതികാൽ വെട്ടിയതും, തോന്നിയാസം ചെയ്തതും ഒക്കെ ദുനിയാവിന് വേണ്ടിയാണ്. ആഖിറത്തിന് വേണ്ടി ഇതൊന്നും ചെയ്യണ്ട. സ്വന്തം മാതാവിന്റെ നേരെ പോലും കൈപൊക്കിയത് ദുനിയാവിന് വേണ്ടിയാണ്. സ്വന്തം ഉപ്പയുടെ കഴുത്തിന് പിടിച്ചത് ദുനിയാവിന് വേണ്ടിയാണ്. ദുനിയാവിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കൊള്ളരുതായ്മ മുഴുവനും ചെയ്തു കൂട്ടിയതെങ്കിൽ സഹോദരങ്ങളെ, മാറണം, ചിന്തിക്കണം, കക്ഷിഭേദമില്ലാതെ ചിന്തിക്കണം. അള്ളാഹുവിന് വേണ്ടി സ്വജീവിതം സമർപ്പിച്ച് ജീവിതത്തെ അങ്ങനെ പരിവർത്തിപ്പിച്ച് ഖാലിഖായ റബ്ബ്, അവനോളം നമ്മെ സ്നേഹിച്ച ഒരാളും ഇല്ല, അവനോളം നമ്മളോട് ഇഷ്ടമുള്ള ഒരുത്തനുമില്ല. അതുകൊണ്ടാണ് റബ്ബിനൊരു പേരുണ്ട്, വദൂദ്. വദൂദ് എന്നാണ്. ആ വദൂദിന്റെ അർത്ഥം എന്താണെന്ന് പോയി വായിച്ചു മനസ്സിലാക്കിക്കോ. അതെ, ഹുവൽ വദൂദ്. അള്ളാഹു അങ്ങേറ്റം പിരിശമുള്ളവനാണ്, കരുണയുള്ളവനാണ്, റഊഫാണ്, റഹീമാണ്, റഹ്മാനാണ്. അങ്ങേറ്റം കരുണയുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല ആ റബ്ബിനെ നെഞ്ചിലേറ്റി, ആ ഖാലിഖിനെ നെഞ്ചിലേറ്റി സർവ്വ ഇബാദത്തുകളും ആ റബ്ബിന് നൽകി. ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്ന വാചകമുണ്ടല്ലോ, എൻ്റെ നിസ്കാരമാകട്ടെ, എൻ്റെ ബലികർമ്മമാകട്ടെ, എൻ്റെ ജീവിതമാകട്ടെ, എൻ്റെ മരണമാകട്ടെ, സർവ്വതും അല്ലാഹുവിനുള്ളതാണ്, റബ്ബുൽ ആലമീനുള്ളതാണ് എന്ന് വ്യക്തമായി പറയുന്ന വാചകത്തെ അന്വർത്ഥമാക്കി ജീവിക്കാൻ പണിയെടുക്കുക, പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ സംഭവിച്ചു പോയ സർവമാന തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചവരാണ്, കുറ്റങ്ങൾ സംഭവിച്ചവരാണ്. അല്ലാഹുവേ, നിന്റെ മുന്നിൽ പരിശുദ്ധരായി വന്നു നിൽക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ അമലുകൾ അല്ലാഹുവേ വളരെ ചെറുതാണ് അല്ലാഹ്, വളരെ കനം കുറഞ്ഞതാണ് അല്ലാഹ്, ധാരാളമൊന്നും ചെയ്യാൻ കഴിയാത്തവരാണ് അല്ലാഹ്. റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ അമലുകൾ നീ വലിയ വിലയിൽ സ്വീകരിക്കണേ റഹ്മാനെ. നിന്റെ ഫضل കൊണ്ട് നീ അത് സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉപ്പമാർക്ക്, ഞങ്ങളുടെ ഉമ്മമാർക്ക് അല്ലാഹുവേ നീ ജന്നാത്തുൽ ഫിർദൗസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളെ, ഭാര്യമാരെ, ബന്ധുജനങ്ങളെ, അതുപോലെ തന്നെ കൂട്ടുകുടുംബാദികളെ അല്ലാഹുവേ നീ സ്വാലിഹീങ്ങളായി സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളോടൊപ്പം കഴിയുന്ന മുഴുവൻ ആളുകളെയും നീ സ്വാലിഹീങ്ങളായി സ്വീകരിക്കണേ അല്ലാഹ്. ഒരു സലാം കൊണ്ടെങ്കിലും ഞങ്ങൾ ഇടപെടുന്ന ഏതെല്ലാം മനുഷ്യരുണ്ടോ ആ മനുഷ്യരെ മുഴുവനും ജന്നാത്തുൽ ഫിർദൗസിൽ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നല്ല നിലക്ക് സക്കാത്ത് നൽകാനുള്ള സമ്പത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കുഫ്ർ വരുന്ന ദാരിദ്ര്യം, ആ ദാരിദ്ര്യത്തിൽ ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിനക്ക് ശുക്ർ ചെയ്യാനുള്ള ഖൽബ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹ്
അള്ളാഹുവെ കടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന്, നിനക്കിഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന്, ചിന്തകളിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെ നീ സംരക്ഷിക്കണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.